നല്ല വരുമാനമൊക്കെ ഉണ്ടാവും. പക്ഷേ വരുമാനം ഉണ്ടെങ്കിലും ഒന്നിനും മതിയാവാതെ, ഒരു വീട് പോലും ആവാതെ, കുടുംബത്തിലൊന്നും രോഗങ്ങളായി അതിനുവേണ്ടി മാത്രം ക്യാഷ് ചെലവാക്കേണ്ട വിധിക്കപ്പെടുന്ന ചില ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഒരു ബറക്കത്ത് ജീവിതത്തിലില്ലാതെ പ്രയാസപ്പെടുന്നവർ. അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഓതിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യങ്ങളിൽ നിന്നും ജല്ല ജലാലായ അള്ളാഹു പൂർണ്ണമായ മോചനം അയാൾക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മജ്ലിസുന്നൂർ എന്നത് ആത്മാവിൻ്റെ ഒരു ഭക്ഷണമാണ്. ശ്രദ്ധിക്കണേ, മജ്ലിസുന്നൂർ എന്നത് ആത്മാവിൻ്റെ ഒരു ഭക്ഷണമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ അവൻ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനാവണം. ചില ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളോട് സഹകരിക്കാൻ കഴിയൂല. ദിക്റിൻ്റെ മജ്ലിസിലിരിക്കാനോ മജ്ലിസുന്നൂർ ചൊല്ലാനോ അവർക്ക് കഴിയില്ല. അവർ തിരിച്ചറിയേണ്ടത്, ശരീരത്തിന് രോഗം പിടിപെട്ടാൽ ശരീരത്തിൻ്റെ ഭക്ഷണത്തോട് താല്പര്യമില്ലാത്തതുപോലെ ആത്മാവിന് രോഗം പിടിപെട്ടാൽ ഇങ്ങനെ ആത്മാവിൻ്റെ ഭക്ഷണങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പം നമുക്ക് നല്ല ഒരു പനി വന്നാൽ സ്വാഭാവികമായും ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല. എന്നതുപോലെ ആത്മാവിന് രോഗം പിടിപെടുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ആത്മീയ ഭക്ഷണത്തോട് താല്പര്യമുണ്ടാവില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മുത്തുനബിയും നബിയുടെ കുടുംബവും മഹാന്മാരായ സഹാബിമാരും തടിയുടെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തവരാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അൽഹംദുലില്ലാഹ്, ഇലാഹായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മാസത്തിലൊരിക്കൽ മനോഹരമായി മജ്ലിസുന്നൂർ ഇവിടെ നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പരമാവധി അതിലൊക്കെ നമ്മൾ സംബന്ധിക്കണം. എന്തുകൊണ്ട്? ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നബി തിരുമേനി തങ്ങളുടെ മാതൃക, മഹാന്മാരായ സഹാബത്തിൻ്റെ മാതൃക, ഹബീബായ നബിയുടെ കുടുംബത്തിൻ്റെ മാതൃക ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകിയതാണ്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങളുടെ വീട്ടിലുള്ള ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നറൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ വമാ ഫീ അബിയാതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നസ്തൗഖിദു നാറാ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നറൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഈൻ. 1-2 മാസങ്ങളൊക്കെ മുത്ത് റസൂലിൻ്റെ വീട്ടിൽ കടന്നു പോകും. എന്താണ് ഹബീബായ നബിയുടെ വീട്ടിലുള്ള അവസ്ഥ? വമാ ഫീ അബിയാതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നസ്തൗഖിദു നാറാ. ഹബീബായ നബിയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയുമായിരുന്നില്ല. ആരുടെ വീട്ടിൽ? മുത്ത് റസൂലിൻ്റെ വീട്ടിൽ. ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ തുടർച്ചയായി 2 മാസം, ചിലപ്പോൾ 3 മാസമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. വീട്ടിൽ അടുപ്പിൽ തീ പുകയുമായിരുന്നില്ല. ഒരു പത്തിരി ചുടണമെങ്കിൽ ധാന്യം വേണ്ടേ? ഉണ്ടായിരുന്നില്ല. കറി വെക്കണമെങ്കിൽ ആവശ്യമായ വസ്തുക്കൾ വേണ്ടേ? ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സഹാബികളിൽ ഒരാൾ ചോദിച്ചു, അല്ല ഉമ്മ, പിന്നെ നിങ്ങൾ എന്തായിരുന്നു കഴിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു വിശപ്പടക്കിയത്? അതിനുള്ള മറുപടി, വമാഹിയ ഇല്ലത്തംറു വൽ മാ. പച്ചവെള്ളം കുടിക്കും. ആരെങ്കിലും ഹദിയയായി കൊണ്ടുവരുന്ന കാരക്കയുണ്ടാകും, അത് കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ വിശപ്പടക്കിയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇതായിരുന്നു മുത്ത് റസൂലിൻ്റെ വീട്ടിലുള്ള അവസ്ഥ. നബിയുടെ കുടുംബം അങ്ങനെയായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം എനിക്ക് ഹദിയയായി ഒരു റൊട്ടിയുടെ കഷ്ണം കിട്ടി. ഒരു റൊട്ടി കഷ്ണം. അത് കഴിക്കാൻ ഞാൻ ആർത്തിയോടെ ഒരുങ്ങിയപ്പോൾ പ്രിയപ്പെട്ട ഉപ്പയെക്കുറിച്ച് ഓർമ്മ വന്നു. വാപ്പ ഭക്ഷണം കഴിക്കാറില്ലല്ലോ, വാപ്പാക്ക് ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വേഗം മുത്തുനബിയെ അന്വേഷിച്ച് നടന്നു. ഹബീബായ നബിയുടെ അടുത്തെത്തി പുണ്യ നബിയോട് സലാം പറഞ്ഞിട്ട് ഈ കഷ്ണം, റൊട്ടിയുടെ കഷ്ണം കാണിച്ചിട്ട് പറഞ്ഞു, നബിയേ, പ്രിയപ്പെട്ട ഉപ്പ, ഇത് നിങ്ങൾ കഴിക്കണം.
ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അല്ല പൊന്നുമോളെ, ഇതെവിടെന്നാണ് നിനക്ക് ലഭിച്ചത്? അപ്പോൾ പറഞ്ഞു, ഇന്നാലിന്ന സഹോദരി ഹദിയയായി കൊണ്ടുവന്നതാണ് നബിയേ. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണെടുത്തിട്ട് വായിലിട്ടിട്ട് മുത്തറസൂല് പറഞ്ഞു, മോളെ, ഹാദിഹി അവ്വലു തആമിൻ ദഖല ഫമ അബീകി മുൻദു സലാസത്തി അയ്യാം. മോളെ, 3 ദിവസമായിട്ട് നിന്റെ ബാപ്പയുടെ വായിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ ഭക്ഷണമാണിത് എന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനത് പറഞ്ഞെന്നറിയോ? നമ്മളൊക്കെ ആവശ്യത്തെക്കാളേറെ ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മൾ പ്രവാസികളായത് തന്നെ നമ്മളെ കുടുംബം ഒരു നിലക്കും പട്ടിണിയാകരുത് എന്ന താല്പര്യത്തോടു കൂടെയാണ്. എന്നാൽ ശരീരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ആത്മാവിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ശ്രദ്ധയുണ്ടാവണം. നമ്മളെ കുടുംബത്തിൻ്റെ കാര്യത്തിലും അവർക്ക് ആത്മാവിൻ്റെ ഭക്ഷണം ലഭിക്കുന്നു എന്ന ആ ഒരു ലഭിക്കുന്നുണ്ടെന്ന ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകുമാറാവട്ടെ. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ സ്വാഭാവികമായും പ്രവാസികളൊക്കെ ആകുമ്പോൾ പലപ്പോഴും പല നിലക്കുള്ള ടെൻഷനുകൾ ഉണ്ടാകും, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള മജ്‌ലിസിലൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഇലാഹായ റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒറ്റയ്ക്ക് ദുആ ചെയ്യുന്നത് പോലെയല്ല, കൂട്ടമായി ദുആ ചെയ്യുമ്പോൾ ചില ആമീനുകൾ അള്ളാഹുവിന് തള്ളിക്കളയാൻ കഴിയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തെങ്കിലും കാര്യമായ പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് നമ്മൾ ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ച് എൻ്റെ ഇന്നാലിന്ന പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേന്ന് പറഞ്ഞ് ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുമ്പോൾ പലരും അതിന് ആമീൻ പറയുകയാണ്. ആ ആമീൻ സ്വർഗത്തിൽ പോലും ചർച്ചയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിൽ വെച്ച് പറയുന്ന ആമീൻ അത് സ്വർഗത്തിൽ പോലും ചർച്ചയാകും. സഹോദരാ സഹോദരി, ബഹുമാനപ്പെട്ട ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, സദസ്സുകളിലെ ആമീൻ സ്വർഗത്തിൽ ചർച്ചയാകുന്നൊരു ഹദീസ് മുത്തുനബി പറയുന്നുണ്ട്. ഇന്ന അഹ്ലൽ ജന്ന ഇദാ ദഖലുൽ ജന്ന. സ്വർഗക്കാർ വിചാരണയൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അള്ളാഹു ഇത് പറയാനും കേൾക്കാനും മാത്രമല്ല, ഇത് അനുഭവിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുത്തറസൂല് പറയാണ്, ഇന്ന അഹ്ലൽ ജന്ന ഇദാ ദഖലുൽ ജന്ന. സ്വർഗക്കാർ സ്വർഗത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഫയഷ്താഖു ബഅ്ളുഹും ബഅ്ള. ചിലർക്ക് ചിലരെ കാണാൻ വലിയൊരു കൊതി തോന്നും, വലിയൊരു ആഗ്രഹം തോന്നും. പടച്ചോനെ, അബൂദാബിയിൽ ദീനി ദഅവത്തിനൊക്കെ എൻ്റെ കൂടെ സജീവമായി നിന്നിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ റബ്ബേ, എവിടെയാണവൻ, കാണണമല്ലോ എന്നൊരാഗ്രഹം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫയസീറു സരീറു ഹാദാ ഇലാ സരീരി ഹാദാ. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോഴത്തേക്ക് അവൻ കിടക്കുന്ന കട്ടിൽ അവനെയുമായി ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് അവൻ്റെ അടുത്തേക്ക് പറക്കുന്നതാണ്, പറന്നു പോകും. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളൊക്കെ ആ സ്വർഗത്തിൽ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലായിരിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അവർ അലാ സുറുരിൻ മൗളൂന മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിക വകഅസിം മിൻ മഈൻ. ഇലാഹായ റബ്ബിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും പാലിച്ച് ജീവിച്ചവർ അവരെ അലാ സുറുരിൻ മൗളൂന, സ്വർണ്ണ നൂൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലായിരിക്കും. സൂറത്തുൽ വാഖിയയിലെ ആയത്താണ് ഞാൻ ഓതിയത്. അള്ളാഹു എല്ലാ ദിവസവും ആ സൂറത്ത് പതിവാക്കാൻ തൗഫീക്ക് തരട്ടെ. നല്ല വരുമാനമൊക്കെ ഉണ്ടാവും, പക്ഷേ വരുമാനം ഉണ്ടെങ്കിലും ഒന്നിനും മതിയാവാതെ, ഒരു വീട് പോലും ആവാതെ, കുടുംബത്തിലൊന്നും രോഗങ്ങളായി അതിനുവേണ്ടി മാത്രം ക്യാഷ് ചെലവാക്കേണ്ട വിധിക്കപ്പെടുന്ന ചില ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഒരു ബറക്കത്ത് ജീവിതത്തിലില്ലാതെ പ്രയാസപ്പെടുന്നവർ. അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിയ
കുല്ല ലൈല ലം തുസിബുഹു ഫാഖത്തുൻ അബദ. എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യങ്ങളിൽ നിന്നും ജല്ല ജലാലായ അള്ളാഹു പൂർണ്ണമായ മോചനം അയാൾക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു 5 മിനിറ്റ് സമയം മതി. ദിവസത്തിൽ 1440 മിനിറ്റ് അള്ളാഹു നമുക്ക് തന്നിട്ടില്ലേ? അതിൽ ഏകദേശ സമയം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു, ബാക്കിയുള്ള സമയം അധ്വാനമായിട്ട് കഴിഞ്ഞു. ഈ അധ്വാനിക്കുന്നതിലൊക്കെ ഒരു ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്തി മഗ്‌രിബിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ വാഖിയ ഓതിയാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 പെൺമക്കളുള്ള ഒരു മദ്രസ മുഅല്ലിം ഒരിക്കനോട് പറഞ്ഞു, സൂറത്തുൽ വാഖിയയുടെ കറാമത്ത് ശരിക്കും അനുഭവിച്ച ആളാണ് ഞാൻ. സൂറത്തുൽ വാഖിയയുടെ കറാമത്ത് കൃത്യമായി അനുഭവിച്ച ആളാണ് ഞാൻ. എനിക്ക് 5 പെൺമക്കളാണ്. ഞാൻ മദ്രസ മുഅല്ലിമാണ് അന്നും ഇന്നും. അൽഹംദുലില്ലാ, ഒരു ഉറുപ്യ പോലും കടല്ലാതെ എൻ്റെ എല്ലാ മക്കളുടെയും കല്യാണം റാഹത്തായിട്ട് കഴിഞ്ഞു. എന്നിട്ട് അയാൾ പറയുക, അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ദർസിൽ ഓതാൻ പോയ കൊല്ലം നാട്ടിലൊരു ഉസ്താദ് ഒരു വയലിന് വന്നു. വയലിന് വന്നിട്ട് അന്നത്തെ ഉസ്താദ് കാര്യമായി വയല് പറഞ്ഞ വിഷയം സൂറത്തുൽ വാഖിയയെക്കുറിച്ചാണ്. അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നന്നായി പറഞ്ഞു. അന്ന് മുതൽ ആ സൂറത്തിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി, വല്ലാത്തൊരു താല്പര്യം തോന്നി. ഞാൻ അന്ന് മുതൽ നിയ്യത്ത് ചെയ്തു, ഇൻഷാ അള്ളാഹ് ഇനി മരണം വരെ ഞാനത് പതിവാക്കും, എല്ലാ ദിവസവും ഓതും. കല്യാണം കഴിഞ്ഞു. ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാണ്ട്, എന്നും സൂറത്തുൽ വാഖിയ ഓതണം. മക്കളുണ്ടായി. ഖുർആൻ പഠിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതണം. ആ സൂറത്തിനോട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം ഒരു ഉറുപ്യ പോലും കടല്ലാതെ റാഹത്തായി 5 മക്കളുടെയും കല്യാണം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂൽ പറഞ്ഞതല്ലേ, അത് വെറുതെ ആവില്ലല്ലോ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം അതിനു വേണ്ടിയൊക്കെ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. ചില ആളുകൾക്കൊന്നും കഴിയൂല. ആ കഴിയാത്തത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ മനസ്സിൻ്റെ ആത്മാവിൻ്റെ രോഗം പിടിപെട്ടവർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഖുർആൻ പറയുന്നുണ്ട്, മുഖറബീങ്ങൾ മനോഹരമായ കട്ടിലുകൾക്ക് മുകളിലാണ്. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരനെ കാണണമെന്ന ചിന്ത വരുന്നത്. ഈ കട്ടിൽ ഇവനെയുമായി പറക്കുകയാണ്. 2 പേരും കണ്ടുമുട്ടുകയാണ്. എന്നിട്ടോ ഹബീബ് പറയുന്നുണ്ട്, അവർ സലാം പറയും, അവരാലിംഗനം ചെയ്യും. ആ സ്വർഗത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും. ഇനി കേൾക്കി, കൂട്ടത്തിൽ ഫയഖൂലു അഹദുഹുമാ ലി സ്വാഹിബിഹി, ആ കൂട്ടത്തിൽ ഒരാൾ മറ്റേയാളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? അല്ല സഹോദര, അതഅലമു മത്താ ഗഫറല്ലാഹു ലനാ, അല്ല നിനക്കറിയോ എപ്പോഴാണ് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തന്നത്? നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു മാപ്പാക്കി തന്നത് എപ്പോഴാണ്? നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചില തെറ്റുകൾ നമ്മൾ ചെയ്തിരുന്നല്ലോ, ചില ദോഷങ്ങൾ നമ്മൾ ചെയ്തിരുന്നല്ലോ. ആ ദോഷങ്ങളൊക്കെ അല്ലാഹു നമുക്ക് മാപ്പാക്കി തന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് നിനക്കറിയോ? തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചതല്ലേ. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടിയില്ലല്ലോ. എപ്പോഴാണ് അല്ലാഹു നമുക്ക് മാപ്പാക്കി തന്നത് അറിയോ? അപ്പോൾ ആ കൂട്ടുകാരൻ്റെ മറുപടി, എനിക്കറിയാം. എങ്കിൽ പറയൂ, എപ്പോഴാണ് അല്ലാഹു ദോഷങ്ങൾ മാപ്പാക്കിയത്? അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, യൗമ കുന്നാ ഫീ മജ്ലിസി കദാ വകദാ ഫദഊനല്ലാഹ ഫഗഫറല്ലാഹു ലനാ. സഹോദരാ, നിനക്കോർമ്മയില്ലേ, ഇന്നാലിന്ന ദിവസം ഒരു മജ്ലിസിൽ നമ്മൾ ഒരുമിച്ചുകൂടി. അതൊരു ഖുർആന്റെ മജ്ലിസായിരുന്നു, ഒരു ദിക്റിന്റെ മജ്ലിസായിരുന്നു, ഒരു മജ്ലിസുന്നൂറായിരുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കണമേ അല്ലാ. ഇലാഹായ റബ്ബിനോട് ഒരാൾ അങ്ങനെ ദുആ ചെയ്തു. അതിനാ സദസ്സിലുള്ളവരൊക്കെ ആമീൻ പറഞ്ഞു. എടാ, എൻ്റെയും നിൻ്റെയും ആമീന് അത്ര വലിയ നിലയും വിലയുമില്ലെങ്കിലും ആമീന് വലിയ പ്രാധാന്യം അല്ലാഹു കൽപ്പിച്ച ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ ആമീൻ, ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ ആമീൻ പറഞ്ഞ ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ ആമീൻ അള്ളാഹ്ക്ക് തള്ളിക്കളയാൻ കഴിയാത്തതായിരുന്നു.
ആ ആമീൻ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു മജ്ലിസിൽ കൂടാൻ അവസരം കിട്ടിയ കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് അവർ രണ്ടുപേരും ദീർഘനേരം ജല്ല ജലാലായ റബ്ബിനെ സ്തുതിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അങ്ങനെയൊക്കെയുള്ള മജ്ലിസിൽ ഒരുമിച്ച് കൂടാനും ദുനിയാവിൽ മാത്രമല്ല അതിൻ്റെ പേരിൽ പരലോകത്ത് സന്തോഷിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മൂന്നാമതായി മജ്ലിസുന്നൂറിൽ പങ്കെടുത്താൽ, മഹാന്മാരായ അസ്ഹാബുൽ ബദ്റിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് അത് മരണസമയത്ത് അനുഭവിക്കുന്ന നേട്ടമാണ്. സഹോദരാ, ശ്രദ്ധിക്കണേ, മജ്ലിസുന്നൂർ ദുനിയാവിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്. എന്നാൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഘട്ടം അത് മരണത്തിൻ്റെ ഘട്ടത്തിലാണ്. അസ്ഹാബുൽ ബദ്റിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് ആ മരണസമയത്ത് ബദ്രീങ്ങളുടെ കാവലുണ്ടാകും. ബദ്രീങ്ങളുള്ളിടത്ത് പിശാചിന് വരാൻ കഴിയൂല. പിശാച് ഏറ്റവും ശക്തമായി പൊട്ടി കരഞ്ഞത് ബദ്റിൽ മഹാന്മാരായ മലക്കുകൾ ഇറങ്ങിയ ഘട്ടത്തിലാണ്. അത് മുതൽ പിന്നെ മാലാകമാർ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദ്റിന് ശൈത്താന് വലിയ പേടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെ മജ്ലിസുന്നൂറിൽ പറയുന്നുണ്ടല്ലോ. അഹമ്മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. സഹോദരായ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടം മരണത്തിൻ്റെ ഘട്ടം തന്നെയാണ്. അത് യാതൊരു കാരണവശാലും മറന്നേക്കരുത്. ഹബീബായ നബി തങ്ങൾ പോലും നിരന്തരമായി ദുആ ചെയ്തതെന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. അല്ലാഹ്, ആ മരണത്തിൻ്റെ ഘട്ടത്തിൽ പിശാച് എന്നിൽ ആധിപത്യം ചെലുത്തുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞത്? ഹബീബായ നബിതങ്ങൾ പോലും കണ്ണീരോടെ, പടച്ചോനെ, മരണത്തിൻ്റെ സമയത്ത് ശൈത്താനെന്നിൽ ആധിപത്യം ചെലുത്തുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നുവെന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ആഖിറുസ്സമാൻ്റെ ചണ്ടികളായ നമ്മളൊക്കെ എത്രത്തോളം ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മരണസമയത്ത് സ്വർഗം കണ്ട് സന്തോഷത്തോടെ സ്വർഗത്തിലേക്കെന്ന ഉറപ്പോടെ അന്ത്യശ്വാസം വലിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈമാനോടുകൂടെ മരണപ്പെടാം. 6 ദുസ്വഭാവങ്ങൾ ഒരാളിലുണ്ടായാൽ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാൻ കഴിയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം. 6 ദുസ്വഭാവങ്ങൾ ഒരാളിലുണ്ടായാൽ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ വചനം ചൊല്ലി മരിക്കാൻ കഴിയില്ല. ഏതാണ് 6 ദുസ്വഭാവങ്ങൾ? 1 അത്തഹാവുനു ബിസ്സലാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിസാരത പുലർത്തലാണ്. 2 ഷുർബുൽ ഖുമൂർ, ലഹരിയുടെ ഉപയോഗമാണ്. 3 ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്. 4 ഇദാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ പ്രയാസപ്പെടുത്തലാണ്. 5-മത്തേത് അൽ കലാമു ബി കലാമിദ് ദുനിയാ ഇൻദൽ അദാൻ, ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്ക് കേട്ടുകൊണ്ട് ബാങ്കിനെ പരിഗണിക്കാതെ സംസാരിക്കലാണ്. 6-മത്തേത് അൽ കലാമു ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ, ഇലാഹായ റബ്ബിൻ്റെ വചനമായ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സമയത്ത് ആ ഖുർആനെ പരിഗണിക്കാതെ സംസാരിക്കലാണ്. ഈ ദുസ്വഭാവമുള്ളവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയില്ല. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം, നമ്മളെ തിരക്കിനിടയിൽ പലപ്പോഴും ഈ ദുസ്വഭാവങ്ങളൊക്കെ നമ്മളിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമതായി പറഞ്ഞത് അത്തഹാവുനു ബിസ്സലാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിസാരത പുലർത്തലാണ്. ഒരു പക്ഷേ ഇന്ന് സുബഹി ഖളാ ആയവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവാം, അള്ളാഹു കാക്കട്ടെ, ഉണ്ടാവാം. ഒരൊറ്റ വഖത്ത് ഇത് നിസാരമായി കാണരുത്, ഇത് ഗൗരവമായി കാണണം. ഒരൊറ്റ
വക്കത്ത് ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അതോടുകൂടെ നരകത്തിൻ്റെ കവാടത്തിൻ്റെ മേൽ അവൻ്റെ പേര് എഴുതപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിൻ്റെ കവാടത്തിൻ്റെ മേൽ ഒരാളുടെ പേര് വന്നു കഴിഞ്ഞാൽ അത് മായാതെ അയാൾക്ക് സ്വർഗം ലഭ്യമല്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മൻ തറക സ്വലാത്ത മുതഅമ്മിദാ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. സഹോദരാ, ഇത് ശ്രദ്ധിക്കണം. സഹോദരി പറയുന്നത് ശ്രദ്ധിക്കണേ. മൻ തറക സ്വലാത്ത മുതഅമ്മിദാ, മനഃപൂർവ്വം ഒരു വഖത്ത് നിസ്കാരം ഒരാളങ്ങ് ഒഴിവാക്കി, അത് ജോലിയുടെ പേരിലോ മറ്റ് തിരക്കിലോ ഒക്കെ പെട്ടിട്ട് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു, സാരല്ല നിസ്കരിക്കാലോ എന്ന് കരുതി ആണ്ട് കളായി, പിന്നെ നിസ്കരിച്ചതുമില്ല. എന്നാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ, നരകത്തിൻ്റെ കവാടത്തിൻ്റെ മേൽ അവൻ്റെ പേര് അള്ളാഹു എഴുതി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിൻ്റെ കവാടത്തിൻ്റെ മേൽ ഒരാളുടെ പേര് വീണാൽ അത് മായാതെ സ്വർഗം കിട്ടൂല. മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ പല തെറ്റുകൾക്കും അടിമപ്പെട്ടു പോകുന്ന ആളുകളുണ്ടാകും. അതിൻ്റെ ഒരു കാരണം നിസ്കാരങ്ങൾ ഒഴിവാക്കിയതാവാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നിടത്ത് അസ്റിനെ വിശദീകരിക്കുന്നിടത്തൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്, അത് അസ്ർ നിസ്കാരാണ്. എന്നിട്ടൊരു സംഭവം പറയുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ ഒരു വഖത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തി, അത് ഖളാ വീട്ടിയില്ല. ആ കാരണത്താൽ നിസ്കാരത്തിൻ്റെ ശാപമേറ്റിട്ട് ഒരുപാട് തിന്മകൾ അവളിൽ നിന്ന് വന്ന കാര്യം പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ്. എന്താ ഹദീസ്? അന്നംറഅത്തൻ കാനത് തസീഹു ഫീ സികകിൽ മദീന. ഒരു ദിവസം മദീന അങ്ങാടിയിൽ നിന്നൊരു പെണ്ണ് വല്ലാതെ നിലവിളിക്കുകയാണ്, വല്ലാതെ അട്ടഹസിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ എന്താ കാര്യമെന്നറിയോ? ആ പെണ്ണ് വിളിച്ച് പറയുന്നത്, ദല്ലൂനി അലൻ നബി. എവിടെയാണ് മുഹമ്മദ് നബി? മുഹമ്മദ് നബി എവിടെയാണ്? എനിക്ക് നബിയെ കാണണം. പരിധി വിട്ട ശബ്ദത്തിലാണ് ആ പെണ്ണ് വിളിച്ചു പറയുന്നത്. അപ്പം സഹാബികളൊക്കെ മുത്തുനബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ഏതാണെന്നറിയില്ല, ഒരു പെണ്ണ് വന്നിട്ട് അങ്ങാടിയിൽ നിന്ന് വല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളെ ചോദിച്ചട്ടഹസിക്കുന്നുണ്ട്. മുത്ത് റസൂൽ പറഞ്ഞു, നിങ്ങൾ ആ പെണ്ണിനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ആ പെണ്ണിനെ റസൂലുള്ളാഹിൻ്റെ ഹളറത്തിലേക്ക് കൊണ്ടുവന്നു. മുത്തുനബി ചോദിച്ചു, അല്ല പെണ്ണെ, എന്താ നീ അങ്ങാടിയിൽ നിന്നിങ്ങനെ പരിധി വിട്ട് അട്ടഹസിക്കുന്നത്? വൈദാ റുഫിയൽ ഹയാഉ മിനൻ നിസാ ഫന്തളിറു സാഅ. ഒരു പെണ്ണിൻ്റെ ലജ്ജ ഉയർത്തപ്പെട്ടാൽ, പെണ്ണുങ്ങളുടെ ലജ്ജ ഉയർത്തപ്പെടുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. നിനക്കറിഞ്ഞുകൂടെ? എന്തേ നീ പരിധി വിട്ട് ശബ്ദിക്കുന്നത്, അങ്ങാടിയിൽ നിന്ന് നിലവിളിക്കുന്നത്? അപ്പം ആ പെണ്ണ് കരയാൻ തുടങ്ങി. മുത്തനബി പറഞ്ഞു, എന്താ നിന്റെ കാര്യം പറയൂ. അപ്പം ആ പെണ്ണ് പറഞ്ഞെന്താ അറിയോ? നബിയേ ഗാബ അന്നി സൗജി فزنيت يا رسول الله فجاءني ولد من الزنا وألقيت الولد في دن من الخل حتى مات ثم بعته يا رسول الله. നബി എന്തേ കാര്യം എന്നറിയോ? എൻ്റെ ഭർത്താവ് വിദേശത്ത് പോയി, പരിസരത്തുള്ള ഒരാളുമായി ഞാൻ സ്നേഹത്തിലായി, ലോകത്തിലായി. അങ്ങനെ നബിയെ ഫസനൈതു യാ റസൂലല്ലാ, അയാളുമായി ഞാൻ വ്യഭിചാര ബന്ധത്തിലേർപ്പെട്ടു പോയി നബിയെ. ഫജാഅനി വലദും മിനസ്സിന, ആ വ്യഭിചാരത്തിൽ ഞാൻ ഗർഭിണിയായി, ഞാൻ ഒരു കുട്ടിയെ പ്രസവിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഫഅൽഖൈതുൽ വലദ ഫീ ദിന്നിൻ മിനൽ ഖല്ലി, ഈ കുട്ടിയെ ഞാനൊരു സുർക്കയുടെ ടിന്നിലിട്ടു, കൊലപ്പെടുത്തി. അങ്ങനെ ആ സുർക്കയുടെ ടിന്നിൽ കിടന്ന് മരണപ്പെട്ട കുട്ടിയെ ഞാനൊരു കുഴി കുത്തി കുഴിച്ചു മൂടി. സുമ്മ ബിഅ്തുഹു യാ റസൂലല്ലാ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ കുട്ടി കിടന്ന് മരണപ്പെട്ട സുർക്ക മറ്റൊരാൾക്ക് വിറ്റു നബിയെ. എന്തെല്ലാം തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചു, ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചു, മറ്റൊരാളുമായി വ്യഭിചാര ബന്ധത്തിലേർപ്പെട്ടു, അതിലുണ്ടായ കുട്ടിയെ സുർക്കയുടെ ടിന്നിലിട്ട് കൊലപ്പെടുത്തി. ആ സുർക്ക ഒരു കുട്ടി കിടന്ന് മരണപ്പെട്ട സുർക്കയാണെന്നറിഞ്ഞാൽ ആരും അത് വാങ്ങില്ലല്ലോ. ഞാനത് മറച്ചു വച്ചിട്ട് അത് വിറ്റു, വഞ്ചിച്ചു നബിയെ. ഇങ്ങനെ ഒരുപാട് തിന്മകൾ, തെറ്റുകൾ എന്നിൽ നിന്ന് സംഭവിച്ചു പോയി
നബിയേ എനിക്കറിയേണ്ട കാര്യമിതാണ്, ഫഹല്ലി മിൻ തൗബതി യാ റസൂലല്ലാഹ്, ഇലാഹായ റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് തൗബ കിട്ടുമോ നബിയേ? ഇതറിയാഞ്ഞിട്ട് എനിക്ക് സമാധാനമില്ല. ഇപ്പം അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സങ്കടം, വല്ലാത്ത പ്രയാസം. എനിക്ക് അല്ലാഹു തൗബ തരൂലേ നബിയെ? സഹോദരാ ശ്രദ്ധിക്കണേ. അപ്പം മുത്ത് റസൂൽ കൊടുത്തൊരു മറുപടി, പെണ്ണെ തൗബയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, തൗബല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, അള്ളാഹു തൗബ സ്വീകരിക്കും. പക്ഷേ വലാകിന്നി ലനൻതു അന്നകി തറക്തി സ്വലാത്തൽ അസ്രി, പെണ്ണെ ഒരു അസ്ർ നിസ്കാരം നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നീ ഇന്നേ വരെ അത് നിസ്കരിച്ചിട്ടില്ല, അതിൻ്റെ ശാപം നിനക്കേറ്റിരിക്കുന്നു. ആ കാരണത്താലാണ് ഈ തിന്മകൾക്കൊക്കെയും നീ അടിമപ്പെട്ടു പോയത്. അമാസമിഴത്തും കൗലല്ല, അള്ളാഹു പറഞ്ഞത് നീ കേട്ടില്ലേ? ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ തമാടിത്തരങ്ങളിൽ നിന്നും നിസ്കാരം തടയുമെന്ന് ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈമാനില്ലാത്ത മരണത്തിന് കാരണമാകുന്നൊരു കാര്യം അത്തഹാവുനു ബിസ്സലാ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിസ്സാരത പുലർത്തലാണ്. രണ്ടാമത്തൊരു കാര്യം ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്. ചിലന്മാരൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ക്ലാസ്സിന് വരുമ്പോൾ സങ്കടം പറയും, ഉസ്താദ് എൻ്റെ മോൻ വിദേശത്താണ്, എനിക്കവൻ വിളിക്കൂല, ഭാര്യയ്ക്ക് എപ്പോഴും വിളിക്കും, ഒരുപാട് നേരം വിളിക്കും, കണ്ടു വിളിക്കും. ഒരു പക്ഷെ നമ്മളത്ര ശ്രദ്ധിക്കൂല, നമ്മളത് തീരെ ശ്രദ്ധിക്കൂല. നമ്മൾ വീട്ടിലേക്ക് വിളിക്കും, വീട്ടിൽ തന്നെയാകും, ഉമ്മയും ഉപ്പയൊക്കെ വീട്ടിലുണ്ടാകും, സ്വാഭാവികമായും ഭാര്യയ്ക്ക് വിളിക്കും, വീട്ടിലുള്ള വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നമ്മൾ അറിയും. ആപ്പാനോടും ഉമ്മാനോടും വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അവരാഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ ഒരു കോൾ, നമ്മളെ ഒന്ന് കാണാനും നമ്മളോട് സംസാരിക്കാനും അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊരു വെറുപ്പോ കാര്യമോ ഒന്നുമില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് പലപ്പോഴും അവരോട് നമ്മൾ സംസാരിക്കില്ല. അവൻ്റെ മോൻ എനിക്കും വിളിക്കണം, ഓൻ്റെ കെട്ടിയോക്ക് ഓൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും വിളിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചില സങ്കടങ്ങൾ പറയുന്ന ഉമ്മാരുണ്ട്. അപ്പം നമ്മൾ ആ വിഷയത്തിലൊക്കെ പലപ്പോഴും അശ്രദ്ധ ഉണ്ടാകും. റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. സ്വാഭാവികമായും ഉമ്മയുടെ മുഖത്തേക്ക് പാപ്പയുടെ മുഖത്തേക്കൊക്കെ സ്നേഹത്തോടുകൂടെ ഒന്ന് നോക്കിയാൽ അതിനൊക്കെ കിട്ടുന്നൊരു കൂലി എത്രയാണ്? വലിയ കൂലിയാണല്ലോ, വലിയ കൂലിയാണല്ലോ. കഴിഞ്ഞ ആഴ്ചയും ഒരു പരിപാടിയിൽ കഴിഞ്ഞ ക്ലാസ്സിന് വന്നപ്പോൾ ഒരു സഹോദരി വലിയ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ മോൻ എനിക്ക് വിളിക്കണില്ല, അതെനിക്ക് വലിയൊരു വിഷമമാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണെങ്കിലും ഇവിടുന്ന് ഇപ്പം അങ്ങനെയല്ലേ കഴിയുള്ളൂ. ആ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് സ്നേഹത്തോടു കൂടെ നോക്കിയാൽ അതിന് അള്ളാഹു തരുന്നൊരു കൂലിയുണ്ട്. എത്രയാണത്? മുത്ത് റസൂൽ പറയുന്നുണ്ട്, മാമിൻ വലദിൻ ബാരിൻ യൻളുറു ഇലാ വജ്ഹിൽ വാലിദൈനി നളറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ഹജ്ജത്തൻ മബ്റൂറ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നൊരു മകൻ കാരുണ്യത്തോടുകൂടെ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നു, ഉപ്പയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നു, അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഇല്ലാ കതബല്ലാഹു ലഹു ഹജ്ജത്തൻ മബ്റൂറ, സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജിൻ്റെ കൂലിയാണ് ആ ഒരു നോട്ടത്തിന് അള്ളാഹു നൽകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ചിലരെങ്കിലും ആ വിഷയത്തിലൊക്കെ അശ്രദ്ധവാന്മാരായിരിക്കും. എന്തിനാണ് ഈ കൂലി നമ്മൾ കളയുന്നത്? ഭാര്യയ്ക്ക് വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അതോടൊപ്പം ഉമ്മാനൊന്ന് കാണണം, ഉമ്മാൻ്റെ അടുത്ത് കൊടുക്ക്, ഉമ്മാനോട് 2 വാക്ക് പറയട്ടെ, അതൊക്കെ എന്തൊരു സന്തോഷമാണ്. എത്ര വലിയ സന്തോഷമായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ അതുകൊണ്ട് അനുഭവിക്കുന്നത്. ആ കാര്യത്തിലൊന്നും അശ്രദ്ധരാകരുത്. അവരോടുള്ള ബാധ്യത തീർത്താൽ തീരാത്ത ബാധ്യതയാണ്. അത് ചെറിയൊരു ബാധ്യതയല്ല. അവരുടെ മനസ്സൊന്ന് ചെറുങ്ങനെ വേദനിച്ചാൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ബാധിക്കും. പ്രത്യേകിച്ച് മരണത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ട്. ഉമ്മയോട് ഗർഭാശയത്തിനെത്ര വാടക വേണ്ടത് എന്ന് ചോദിച്ച മക്കളില്ലേ? ഉമ്മയോട് 9 മാസങ്ങളിനെ ഒലത്തിയിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് അതിന് വാടക വേണ്ടതെന്ന് ചോദിച്ച മക്കളുണ്ട്. ബാപ്പയും ഉമ്മയും വന്നിട്ട് സങ്കടത്തോടു കൂടെ പറയാണ്, മോൻ്റെ സ്വഭാവം ഒന്ന് നന്നാകാൻ ദുആ ചെയ്യണം. മിഞ്ഞാന്ന് വീട്ടിലൊരു കച്ചറുണ്ടായി,
ഒരിക്കലും ഒരു ഉമ്മയോട് ഒരു മകൻ പറയാൻ പാടില്ലാത്ത ചില വർത്തമാനം മകൻ പറഞ്ഞപ്പോൾ ഉമ്മ സങ്കടപ്പെട്ട് പറഞ്ഞു, ആയിക്കോട്ടടാ, നീ ഇത് പറ, നിന്നിൽ നിന്ന് ഞാൻ അത് കേൾക്കണം. അതിനാണല്ലോ 9 മാസം എന്നെ വയറ്റിലിട്ടിട്ട് ഞാൻ പോറ്റിയത്, വളർത്തിയത്. എടുത്തേക്ക് ഉസ്താദെ, അവൻ്റെ മറുപടി എന്താണെന്നറിയോ? 9 മാസങ്ങൾ എന്നെ ഒലത്തിയിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് അതിന് വാടക വേണ്ടത്? മോൻ്റെ ചോദ്യം ഉമ്മയോട് ചോദിക്കുകയാണ്, 9 മാസങ്ങൾ എന്നെ ഒലത്തിയിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് അതിന് വാടക വേണ്ടത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിൻ്റെയൊക്കെ ഒരു വില എത്രയാണ്? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഇബ്നു ഉമർ തങ്ങൾ കഅബാലയത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അന്നഹു റആ റജുലൻ യമാനിയൻ യതൂഫു ബിൽ ബൈത്തി യഹ്മിലു ഉമ്മഹു വറാഅ ലഹരിഹി. ഒരു യമൻകാരനായ ഒരു ചെറുപ്പക്കാരൻ കഅബാലയം തവാഫ് ചെയ്യുകയാണ്. എങ്ങനെയാ കഅബാലയം തവാഫ് ചെയ്യുന്നത്? യഹ്മിലു ഉമ്മഹു വറാഅ ലഹരിഹി, ഉമ്മയെ പുറത്ത് ചുമന്നുകൊണ്ടാണ് കഅബാലയം തവാഫ് ചെയ്യുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റക്ക് തവാഫ് ചെയ്യാൻ തന്നെ കുറച്ചൊരു പ്രയാസമാണ്. അപ്പോഴാണ് നല്ല തടിയുള്ള ഉമ്മയെയും ചുമന്നുകൊണ്ട് ഇയാൾ കഅബാലയം തവാഫ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നിനക്ക് വിഷമായോ? എൻ്റെ കുട്ടിക്ക് പ്രയാസമായോ? അപ്പോൾ ആ മകൻ പാട്ടുപാടിയിട്ട് ഉമ്മയെ ആശ്വസിപ്പിക്കും. ഉമ്മ, എനിക്ക് യാതൊരു പ്രയാസമില്ല, എനിക്ക് യാതൊരു സങ്കടവുമില്ല, ഉമ്മ വിഷമിക്കണ്ട, ഞാൻ എൻ്റെ ഉമ്മാക്ക് കീഴ്പ്പെടുത്തപ്പെട്ട ഒരു ഒട്ടകം പോലെയാണ്. അങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുന്ന ഇബ്നു ഉമർ തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ല ഇബ്നു ഉമർ തങ്ങളെ, അതറാനി ജസൈതുഹ, എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പൂർത്തീകരിച്ചില്ലേ? അപ്പം ഇബ്നു ഉമർ തങ്ങൾ കൊടുത്ത മറുപടി, ഇബ്നു ഉമർ തങ്ങളെ, എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പൂർത്തീകരിച്ചില്ലേ? നിങ്ങൾ വിചാരിച്ചോ ഈ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ഉമ്മയെ ചുമന്നതെന്ന്? എൻ്റെ വീട് യമനിലാണ്, ഉമ്മ നിത്യരോഗിയാണ്. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹം പറയും, മോനെ, എനിക്കൊന്ന് കഅബ കാണണം, എനിക്ക് ഉംറ നിർവഹിക്കണം. എൻ്റെ കയ്യിൽ വാഹനമല്ല. ഉമ്മയോട് ഞാൻ പറയും, ഉമ്മ, നമുക്ക് പോകാം, നിങ്ങൾ ക്ഷമിക്കൂ, ഞാനൊരു വാഹനം വാങ്ങട്ടെ. അവസാനം എനിക്കൊരു കാര്യം ഉറപ്പായി, ഞാൻ വാഹനം വാങ്ങിയിട്ട് ഉമ്മയെ ഉംറക്ക് കൊണ്ടുപോകൽ നടക്കൂല. അങ്ങനെ ഉമ്മയെ ചുമക്കാൻ തുടങ്ങി. കുറച്ച് നേരം ചുമക്കും, ഒരുപാട് നേരം വിശ്രമിക്കും, പിന്നെയും ചുമക്കും, കുറേ വിശ്രമിക്കും. അൽഹംദുലില്ലാ, മാസങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടതാണ്. ഇപ്പോൾ ഉമ്മ കഅബാലയം കണ്ടു, ഉമ്മയുടെ ആഗ്രഹം പൂർത്തിയാവാണ്. ഇബ്നു ഉമർ തങ്ങളെ, അതറാനി ജസൈതുഹ, എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പൂർത്തീകരിച്ചില്ലയോ? ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നൽകിയ മറുപടി, ലാ വല്ലാഹി വലാ ബിസഫറത്തിൻ വാഹിദ. നല്ല ചോദ്യം. ഉമ്മയോടുള്ള ബാധ്യത പൂർത്തീകരിച്ചില്ലേ എന്നോ? ഇല്ല സഹോദര, നിന്നെ നൊന്ത് പ്രസവിക്കുന്ന ഘട്ടത്തിൽ ഉമ്മയിട്ട ഒരു നെടുവീർപ്പിന് പോലും ഇത് സമാനമായിട്ടില്ലെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അപ്പം അവരോട് വലിയ ബാധ്യത ഉണ്ട്, അത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ ഫോൺ ചെയ്യുന്ന വിഷയത്തിലൊക്കെ സ്വാഭാവികമായും വീട്ടിലും നാട്ടിലുള്ള വിവരങ്ങളൊക്കെ ഭാര്യയിലൂടെ അറിയും. ഉമ്മാക്കൊന്ന് വിളിക്കാനോ ആ ശബ്ദം ഒന്ന് കേൾക്കാനോ അതിനൊന്നും പലപ്പോഴും നമ്മൾ തയ്യാറാവില്ല. അശ്രദ്ധ കൊണ്ടാവാം. ആ അശ്രദ്ധ അവരെ വേദനിപ്പിച്ചാൽ അത് നമ്മളെ ജീവിതത്തെയും മരണത്തെയും ബാധിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്ത് റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക. പിന്നെ വഷുർബുൽ ഖുമൂർ, ലഹരിയുടെ ഉപയോഗം, അതും ഈമാനില്ലാത്ത മരണത്തിന് കാരണമാകും. വഈദാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ബുദ്ധിമുട്ടിക്കുക. അല്ലാഹുവേ, പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഇലാഹായ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ മരണത്തിൻ്റെ ഘട്ടത്തിൽ ശൈത്താൻ്റെ ചതിയിൽപ്പെട്ടു പോയി നാവിന് ഇടർച്ച വന്ന് ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥയെ തൊട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.